ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പ്രദേശമാണ്. അംബേദ്കറുടെ പേരിലുള്ള ഒരു വാർഡ് തന്നെ ഇവിടെയുണ്ട്. അതായത് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അംബേദ്കർ കോളനിയിൽ അവിടെ അംബേദ്കറുടെ പേരിലാണ് ഇവിടുത്തെ വാർഡ് തന്നെ. വാർഡ് മെമ്പർ 15 വർഷമായ വാർഡ് മെമ്പറാണ്. എത്ര, 3-ാം തവണയാണോ? 4-ാം തവണ. അപ്പൊ അതായത് ഇതിന്റെ ഒരു പ്രതിമയോട് വയ്ക്കുമ്പോ പേരെന്താ? ലളിതകുമാരി. താങ്കൾ ഇവിടെ ജനപ്രതിനിധി ആയിരുന്നോ? അല്ല, ഞാൻ 2010 വന്നത്. അപ്പൊ അതിന് ശേഷം ഈ തലയില്ലാത്ത ഈ പ്രതിമയാണ് കാണുന്നത്. നമുക്ക് 2010 വരുമ്പോൾ തന്നെ തലയില്ല ഇതിന്. എത്ര നാൾ തല ഉണ്ടായിരുന്നു ഈ പ്രതിമയ്ക്ക്? ഇല്ല, ഞാൻ തല കണ്ടിട്ടില്ല. ഇതിങ്ങനെ പൊതിഞ്ഞു കെട്ടി വെച്ചേക്കണ കണ്ടിട്ടുണ്ട്. ഇത് അനാച്ഛാദനം ചെയ്യണ സമയത്ത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഇത് പണിയുന്ന സമയത്താണ് കണ്ട. ഞാൻ പുറത്ത് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോയിരുന്നു. തിരിച്ചു വരുമ്പോൾ തലയില്ലാത്തതാണ് ഞാൻ കണ്ടത്. 2010 ജനപ്രതിനിധി ആയി. ഞങ്ങൾക്ക് അന്ന് 1500 രൂപയാണ് ഓണറേറിയം. ഞങ്ങൾ 10,000-7,000 രൂപ ഓണറേറിയത്തിൽ നിന്ന് നമുക്കത് ചെയ്യാൻ കഴിയില്ല. നമുക്കും വളരെ ദുഃഖമുണ്ട്. പഞ്ചായത്ത് വിചാരിച്ചാൽ നടക്കില്ലേ? പഞ്ചായത്തിൽ നിന്ന് അങ്ങനെ ഒരു പദ്ധതി കിട്ടുമോ ഇല്ലേ എന്നുള്ളത് നമ്മൾ അതിനെക്കുറിച്ച് തിരക്കുന്നുണ്ട്. 6 വർഷമായിട്ട് തിരക്കാൻ പറ്റിയില്ല. കാരണം PC അംഗീകാരം തരുമെന്ന് ഒരു പ്രതിമ ചെയ്യാൻ പഞ്ചായത്തിൽ ഒരു ഘട്ടത്തിലും ഒരു പഞ്ചായത്ത് യോഗത്തിലും ചർച്ചയ്ക്ക് വിഷയം വന്നിട്ടേ ഇല്ല. 50 വർഷം കൊണ്ട് CPM-ന്റെ MLA ആണ് ഇവിടെ ഭരിക്കണത്. അത് ഇതിനെക്കുറിച്ച് ഒരു 10 രൂപ പോലെ ഞാൻ 15 വർഷമായി വന്നിട്ട് ഇതിനകത്ത് MLA ഫണ്ട് വന്നിട്ടില്ല. പഞ്ചായത്തിൽ ഇങ്ങനെ ചർച്ച വന്നിട്ടേ ഇല്ല. പഞ്ചായത്തിൽ MLA ഫണ്ട് വന്നിട്ടുണ്ട്. MLA ഫണ്ടല്ല, പഞ്ചായത്തിൽ ഈ വിഷയം, അതായത് താങ്കൾ ഈ അംബേദ്കർ കോളനി പ്രതികരിക്കുന്ന ജനപ്രതിയാണല്ലോ. ഈ എപ്പോഴെങ്കിലും ആളുകൾ സ്വാഭാവികമായിട്ട് പറഞ്ഞിട്ടോ, പരാതി പറഞ്ഞിട്ടോ, അപ്പൊ എപ്പോഴെങ്കിലും പഞ്ചായത്തിന്റെ ചർച്ചയിൽ അജണ്ടയിൽ എപ്പോഴെങ്കിലും വിഷയം വന്നു? പഞ്ചായത്തിൽ ഈ ചർച്ച ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ഉൾക്കൊണ്ടിട്ടില്ല. അപ്പൊ പഞ്ചായത്ത് ഇപ്പൊ CPM ആണ്. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ആയിരുന്നു. അപ്പൊ അവർ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഫണ്ട് ഉണ്ടാവും, ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞോണ്ട് ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ആരായുന്നുണ്ട്. അതിന്റെ 16 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഫണ്ട് വേണ്ടേ? 16 വർഷം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ ഇതിനകത്ത് കാരണവന്മാർ ഇത് ചെയ്തു വെച്ചവരുണ്ടല്ലോ. അവരുടെ പലരുമായിട്ടും ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇതിൽ കേസ് നടക്കണം. ഇപ്പോഴും ഇതിന് തുടക്കം വെച്ചപ്പോഴത്തേക്ക് പറയണ് ഇതിൽ കേസുണ്ട് എന്നാണ് എൻ്റെ പറഞ്ഞത്. ഈ പ്രതിമയുടെ തല എടുത്തതുമായിട്ട് ഇത് പൊതുസ്ഥലം, സ്ഥലത്തിനല്ല കേസ്. ഈ തല എടുത്ത് മാറ്റിയതിന് അവര് കേസ് കൊടുത്ത് എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ വിമല ഉണ്ണിയാണ് എൻ്റെ കൂടെ പറഞ്ഞത്. കഴിഞ്ഞ അവരില്ല, അവരുടെ പേര് ഇതിലുണ്ട്, സാന്നിധ്യം ശ്രീമതി വിമല ഉണ്ണി. അവര് നേരത്തെ മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അപ്പൊ അവരാണ് എൻ്റെ പറഞ്ഞത് നിങ്ങൾ അതിൽ ചെന്ന് തുടർന്നത് സൂക്ഷിച്ചായിരിക്കണം, അതിന് കേസ് നിലവിലുണ്ട് എന്ന് എൻ്റെ കൂടെ കഴിഞ്ഞ ആഴ്ചയാണ് എൻ്റെ കൂടെ പറഞ്ഞത്. അപ്പോഴ് വീണ്ടും എനിക്കൊരു ചെറിയ സംശയം, ഈ കേസിൽ പെട്ട് നമ്മളും കുടുങ്ങി പോകുമെന്നുള്ളത്. അപ്പൊ അതല്ല, ഇവിടെ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്ത് മുക്കിൽ കുറച്ചുകൂടെ സ്ഥലമുണ്ട്, അവിടെ വിപുലമായ രീതിയിൽ ഒരെണ്ണം ചെയ്യാം. പക്ഷെ ഇത് പൊളിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ചൊരു ആശങ്കയുണ്ട്. എന്തെങ്കിലും പ്രശ്നം, രാഷ്ട്രീയക്കാർ പേരെഴുതി അവർ വെച്ചതാണ്. നാളെ കാലത്ത് എനിക്ക് പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളൊരു ഉൾഭയം എനിക്കുണ്ട്. ഞാൻ പലരുമായിട്ടും ചോദിച്ചു, CPM-കാരുടെ അന്ന് ചോദിച്ചു നമുക്കിത് പൊളിച്ചു വെക്കാം. അന്നൊന്നും അവരാരും ഒരു മറുപടിയും പറഞ്ഞില്ല. അതാണ് ഇതിന്റെ കാലതാമസം എന്ന്. ഇപ്പൊ നമുക്ക് വലിയ ദുഃഖകരമായതുകൊണ്ട് ഞാൻ നേരത്തെ ലതേരുടെയൊക്കെ പറഞ്ഞ് നമുക്ക് എങ്ങനെയെങ്കിലും ഇത്തിരി പൈസ ഉണ്ടാക്കി നമുക്ക് ഇതിന്റെ ഒരു പ്രതിമയെ നമുക്കിവിടെ ഈ ഇതിനെ മാറ്റിയിട്ട് ചെയ്യണം എന്ന് നമ്മൾ തങ്ങളിൽ പരസ്പരം. പഞ്ചായത്ത് അംഗത്തിന്റെ വാക്കുകളാണ്. പഞ്ചായത്തിൽ ചില സമയങ്ങളിൽ ചർച്ചയ്ക്ക് വന്നെങ്കിൽ പോലും അത് തീരുമാനം ഉണ്ടായില്ല. നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങളൊക്കെ ഇത് സ്ഥാപിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാർ അയക്കാൻ സാധ്യത കുറവാണെന്ന് തോന്നുന്നു അല്ലേ? എന്താണ് ശരിക്കും നിങ്ങൾ പഞ്ചായത്തിൽ പരാതി പറഞ്ഞില്ലേ? എന്താണ് ഇതില് പഞ്ചായത്തിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുന്നത്? നിലവില് ഇതിപ്പോ ഒരു 16 വർഷമായിട്ട് ഇതിന്റെ അവസ്ഥ ഇതാണ്. അപ്പൊ നമ്മൾ കാണുമ്പോൾ തൊട്ട് ഇതിന്റെ അവസ്ഥ ഇതാണ്. അപ്പൊ പല സ്ഥലങ്ങളിലും ഇതിനെപ്പറ്റി ചർച്ചകൾ ഉണ്ടായിട്ടും ഇതുവരെയും ഒരു നടപടിയും ഇതിനെതിരെ ഉണ്ടായിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭരണഘടനയുടെ കർത്താവും ദളിത് പ്രസ്ഥാനത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവും ഒക്കെ ആയിട്ടുള്ള ഇദ്ദേഹത്തിന് ഇങ്ങനൊരു അവഹേളനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാർക്ക് അത്രയധികം ഒരു ദുഷ്പേര് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെയും പിൻബലം ഇല്ലാതെ, അതായത് 3 പാർട്ടിക്കാരും ഇവിടെ മാറി മാറി സ്ഥാപിച്ചതാരാണ്? പാർട്ടിയോ പഞ്ചായത്തോ ഒന്നും അല്ല. അന്നത്തെ മെമ്പർ ആയിട്ടുണ്ടായിരുന്ന അവരും കുറച്ച് ആൾക്കാരൂടെ ചേർന്നിട്ടാണ്. കോൺഗ്രസിന്റെ പാർട്ടിയുടെ മെമ്പറായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, നമുക്ക് വലിയ അറിവില്ല.
കഴിവില്ല. അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇത്രയും വർഷമായിട്ട് ഇതിങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കിപ്പോ ഇത് മൊത്തത്തിൽ പൊളിച്ചു കളയണമെന്ന് നമ്മൾ പറയുന്നില്ല. ഈ ഒരു അവഹേളനം നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ലൊരു പ്രതിമ ഇവിടെ വേണം. അപ്പൊ മുമ്പോട്ട് ഇതിന്റെ വാർത്ത മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതിന് ഇടപെട്ട് കേസിന്റെ രീതിയിലാണെങ്കിൽ കേസ് സോൾവ് ആവുക. പഞ്ചായത്തിലൊക്കെ പരാതി കൊടുത്തപ്പോൾ അവരെന്തായിരുന്നു? ഞാൻ ഇവിടെ 20 വർഷത്തോളമായി വിവാഹം കഴിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പൊ അടുത്ത വാർഡിലെ മെമ്പറാണ്, UDFന്റെ മെമ്പറാണ്. പക്ഷേ ഞാനും അറിഞ്ഞിടത്തോളം ഈ പ്രതിമ ഞാൻ വരുമ്പോഴും ഇതുപോലെ തലയില്ലാത്ത അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ഈ പ്രദേശത്തെ നിവാസികൾ പൈസ പിരിച്ച് അവര് ചെയ്തതാണ്. പക്ഷെ ഇതിന്റെ ആ തലയൊക്കെ അന്ന് ആ വെച്ച ആളിന്റെ മുഖം പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞെടുത്ത് കളഞ്ഞ് അങ്ങനെയൊക്കെയാണ് ശില്പിയുടെ മുഖം പോലെ ആയിപ്പോ ചെയ്തു. ശില്പിയുടെ മുഖം പോലെ ആയി എന്നൊക്കെ പറഞ്ഞ് അതിനെ മാറ്റിയതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അംബേദ്കർ രൂപം ഒന്നും ആയില്ല. ശില്പിയുടെ പേരറിയാം? അറിയത്തില്ല. ശരി, നേരത്തെ ഇവിടെ ഉള്ളതല്ലേ? അതെ, കണ്ടിട്ടുണ്ട്. ഇപ്പൊ പ്രതിമ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കണതേ കണ്ടിട്ടുള്ളൂ. അല്ല, ഉണ്ടാക്കുമ്പോഴൊന്നും കണ്ടിട്ടില്ല. ഇവിടെ കുറച്ച് പഴയ ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. അവർക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ കണ്ടിട്ടുള്ളതായിരിക്കും. ചേട്ടാ, നേരത്തെ ഇവിടെ ഉള്ള ആളാണ്. ഈ പ്രതിമ എങ്ങനെയാണ് പ്രതിമ ഇവിടെ വരാനുള്ള സാഹചര്യം എന്തായിരുന്നു? സാഹചര്യം എന്ന് പറയുന്നത് ഇതൊരു ട്രസ്റ്റിന്റെ പേരിലാണ് അന്നത് പണിയുന്നത്. ട്രസ്റ്റിന്റെ പേരിൽ അന്ന് എന്ത് ട്രസ്റ്റ്? സംഘടനാ ട്രസ്റ്റാണ്. പേരെന്താ സംഘടന ട്രസ്റ്റിന്റെ? സംഘടനാ ട്രസ്റ്റിന്റെ പേര് കറക്റ്റായിട്ട് ഓർമ്മയില്ല. സംഘടനാ ട്രസ്റ്റാണ്. അന്ന് ട്രസ്റ്റിന്റെ പേരിലാണ് ഈ പ്രതിമ ഇവിടെ പണിയുന്നത്. അത് പണിതെന്ന് പറയുമ്പോൾ ക്ഷേത്രം പണിയുന്ന ഒരു കുമാർ എന്ന് പറയുന്ന ഒരാളാണ്. ഇവിടെ തൊട്ടടുത്ത് ശില്പി ക്ഷേത്രപ്പണിക്കാരനാണ്. അപ്പോൾ ഇത് ചെറിയ ഒരു അടച്ചുമൂടിയൊക്കെ ഇരുന്ന് പണിത് ഒരു ഫോട്ടോയൊക്കെ ഇട്ടിരുന്നാണ് അന്ന് പണിയുന്നത്. അത് പണി തീർന്നു വന്നപ്പോഴത്തേക്ക് ഉടലും തലയുമായിട്ട് രണ്ട് രീതിയിലാണ്. തല ഉടലിനേക്കാളും വലുതായിരുന്നു തല. അപ്പോൾ അന്ന് ഇവിടെ ഇരുന്ന SI എന്ന് പറഞ്ഞ് കണ്ടിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതെന്താ ശങ്കരാടിയനെയാണോ പണിത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു. കാരണം ഒരു അപമാനമായി തന്നെയാണ് അന്ന് തോന്നിയത്. അങ്ങനെയാണ് രണ്ടാമത് പാറയിൽ ഈ സിമെന്റിൽ ഉള്ള പ്രതിമയുടെ തല മാറ്റിക്കൊണ്ട് പാറയിൽ ഒരു തല പണിത് കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ അതിനേക്കാളും മോശമായ രീതിയിലാണ്. ശില്പിയായിട്ട് സാദൃശ്യം ഉണ്ടായിരുന്നു മുഖത്തിന്? ശില്പി അങ്ങനെ ക്ഷേത്രപ്പണി മാത്രമല്ല, അയാളുടെ മുഖമായിട്ട് എന്തെങ്കിലും അങ്ങനെ ഇല്ലായിരുന്നു. കണ്ണാടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളെ ഈ ബഫൂണുകളൊക്കെ വെക്കുന്ന പോലുള്ള കണ്ണാടിയായിരുന്നു. വലിയ കണ്ണാടിയൊക്കെയാണ് വെച്ചിരുന്നത്. 2009 ഇത് പണിതപ്പോൾ എൻ്റെ ഒരു ആഗ്രഹപ്രകാരം ഞാൻ സ്വന്തമായിട്ട് എൻ്റെ വീട്ടിലൊരു തല പണിതു. 2009 ഈ പ്രതിമ മോശമാണെന്ന് തല മാത്രം. അപ്പോൾ അതിൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ല. എന്നാലും കണ്ടവരാരും മോശമെന്ന് പറഞ്ഞിട്ടില്ല. എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്, ഇപ്പോഴും ഇരിപ്പുണ്ട്. ഞാൻ അവർ ചോദിച്ചിട്ട് പോലും കൊടുത്തത്. വേറെ ഒരു നമ്മൾ ഈ പാറയിലൊക്കെ പണിയുന്ന സ്ഥലത്തുനിന്ന് പണിതുകൊണ്ട് വന്നതാണ്. പണിതുകൊണ്ട് സെപ്പറേറ്റ് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തതാണ്. പക്ഷെ ഈ പറയുന്ന ആ ചേട്ടൻ ഒരു ശില്പിയാണ് ഈ നിൽക്കുന്നത്, ഈ ബാക്ക് നിൽക്കുന്നത്. നിങ്ങൾ ഇത് പണിയുമ്പോൾ ഉണ്ടായിരുന്ന ആളാണ്? ഇത് പണിയപ്പോൾ ഉണ്ടായിരുന്നു. ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെയുള്ള കോളനിയിലുള്ള കുറച്ച് ആൾക്കാർ സംഘാടകരായി നിന്നുകൊണ്ട് അവരിങ്ങനെ ഒരു ആശയം വെച്ചുകൊണ്ട് ആദ്യം എൻ്റെ വീട്ടിലാണ് ആദ്യമായിട്ട് വരുന്നത്. ആ വീട്ടിലോട്ട് വന്നിട്ട് ഒരു പറഞ്ഞ് ഇതേപോലെ ഡോക്ടർ അംബേദ്കർ പ്രതിമ പൂർണ്ണമായ ഒരു പ്രതിമ ഉണ്ടാക്കണമെന്നാണ് അവരെല്ലാവരും കൂടി പ്രതിമ വയ്ക്കണമെന്ന്. അന്ന് ഞാനൊരു ഡിമാൻഡ് വെച്ച വേറെ ഒന്നുമില്ല, പ്രതിമ ഞാൻ ഉണ്ടാക്കിത്തരാം. ഈ പ്രതിമ നിൽക്കുന്ന സ്ഥലം ഒരു 1/2 സെന്റ് പേരിടെങ്കിലും വാങ്ങിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ചെന്നിരിക്കാനാ, അവിടെ ഒന്നിനും ചെന്നിരിക്കാനാ, അവിടെ നല്ല വൃത്തിയായി 4 ചുറ്റിനും ഒരു നല്ല രീതിയിലൊരു സ്ഥലം, ഒരു 1/2 സെന്റ് പെരടം ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് മാത്രമേ ചെയ്യാവൂ. ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ, അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളത് ചെയ്യാൻ പോകരുത്. ഡോക്ടർ അംബേദ്കർ ഒരിക്കലും പറയുന്നില്ല എൻ്റെ പ്രതിമ ഉണ്ടാക്കി വെക്കണമെന്ന് പറയേയില്ല. ചെയ്യാൻ ശ്രമിക്കപ്പം അത് വൃത്തിയായ രീതിയിൽ അത് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യുന്ന തെറ്റാണെന്നുള്ള ഇതിലാണ് ഞാൻ അന്ന് പറയുന്നത്. ഒരു 1/2 സെന്റ് പെരടെങ്കിലും നിങ്ങൾ വാങ്ങിച്ചിട്ട് അതിലാണെങ്കിൽ എൻ്റെ ചിലവിൽ ഞാൻ പ്രതിമ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തുനിന്ന് അവർ പോയി. പിന്നെ അവരൊരു പ്രതിമ എൻ്റെ ഇതാണ് ഒരു ഫുൾ പടം ചിത്രം വാങ്ങിച്ചിട്ട് പോകുന്നത്. ഇതുപോലത്തെ ചിത്രമാണോ ഉദ്ദേശിച്ചിരിക്കും? ഇതുപോലത്തെ ചിത്രമാണ് എന്നെ അവർ ഏൽപ്പിക്കുന്നത്. ഇതുപോലത്തെ ഒരു ചിത്രം, ഈ ചിത്രമാണ് എന്നെ ഏൽപ്പിച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത് നിന്ന് ഇവർ പോണത്. പോയിട്ട് ഇടത് കൈയിൽ ഭരണഘടനയും അതുപോലെ വിരൽ ചൂണ്ടി നിൽക്കുന്ന അംബേദ്കറുടെ കോട്ട്, ഈ രൂപം അംബേദ്കറുടെ പൊക്കം 5 അടി പൊക്കം, അതിൻ്റെതായ രീതിയിലുള്ള പൊക്കത്തിന് ഒന്നുണ്ടാക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ചിത്രം വാങ്ങിച്ചുകൊണ്ട് പോകണം. അവർ പിന്നെ കാണുന്നത് ഇവിടെ ഒരു മറച്ച് കെട്ടി കുറേ ഇലകളൊക്കെ വെച്ച് മറച്ച് കെട്ടി അതിനകത്ത് മേശരി ഇതിനകത്ത് കയറി പോകുന്നു, പണിയുന്നു, ഇറങ്ങിപ്പോകുന്നു. ഒരു ലോങ്ങിൽ നിന്ന് നോക്കിയാണ് ഒരു ചിത്രം വരയ്ക്കുന്നതായാലും നമ്മളൊരു പ്രതിമ ചെയ്യണമെങ്കിലും ലോങ്ങിൽ നിന്ന് നോക്കിയാൽ മാത്രമേ എൻ്റെ ഫേസ് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇവരിതിനകത്ത് കയറുന്നു, പണിയുന്നു, ഇറങ്ങിപ്പോകുന്നു. ഉദ്ഘാടനത്തിൻ്റെ അന്ന് മാത്രമാണ് നമ്മളിത് ആദ്യമായിട്ട് കാണണം. ഇതിനെ കാണുന്ന അന്നാണ്. അങ്ങനെ കാണുമ്പോൾ നമ്മൾ അംബേദ്കറുമായിട്ടൊരു മനുഷ്യൻ, അംബേദ്കറെ വേണ്ട, ഒരു മനുഷ്യനൊരു രൂപമുണ്ട്, ഒരു അനാട്ടമിയുണ്ട്, അതുപോലും ഇല്ലാത്തൊരു രൂപമായിട്ടാണ് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റിയത്. അന്ന് തന്നെ ഞാനൊരു ഓയിൽ പെയിന്റ് ചിത്രം അന്ന് ഞാൻ വരച്ചാണ്. ഇവർ തുടങ്ങിയപ്പോൾ ഞാനും ഒരു ചിത്രം ഞാൻ വരച്ചതാണ്. അത് ആ പൂർണ്ണമായ ഒരു ചിത്രം ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ ഇതുവരെക്കും ബന്ധപ്പെട്ട് ആദ്യ തല പൊട്ടിച്ചു മാറ്റിയത് എങ്ങനെയായിരുന്നു? അത് ആരാണ് പൊട്ടിച്ചു മാറ്റി? ഇത് കേസായി. ഇത് ഉണ്ടാക്കിയ ശില്പിയും
ഈ സംഘാടകരുമായിട്ട് കേസായി. എങ്ങനെ എന്ത് പറഞ്ഞിട്ട്? ഈ തല ഇതുമായിട്ട് മാച്ച് ആവണില്ല എന്ന് പറഞ്ഞായിരിക്കും. കാരണം തലയ്ക്ക് നമ്മളെ ബോഡിയെക്കാളും ഒരുപാട് വലിപ്പം ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക രൂപമായിരുന്നു. പിന്നെ ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്ന രീതി മാത്രമായിരുന്നു അതിനുള്ളത്. നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ കളിയാക്കുന്ന ഒരു മെത്തേഡിലാണ് അത് സംഭവം ചെയ്തു വെച്ചിരുന്നത്. ഒരു അവഹേളിക്കുന്ന രീതിയിലായിരുന്നു ചെയ്തു വെച്ചിരുന്നത്. ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ചെയ്യേണ്ടായിരുന്നു, എങ്കിലും അതങ്ങനെ ചെയ്തു വെച്ചിരുന്നത്. പിന്നെ ഈ തല പോയതിന് ശേഷം ഇവർ തല പോക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ശില്പിയായിട്ട് ഒരു നല്ല രീതിയിൽ സംസാരമായപ്പോഴാണ് ശില്പി ആരാണെന്ന് അറിഞ്ഞുകൂടാ. തല ഒരു സമയത്ത് നമ്മൾ ഈ തല കാണാനില്ല, ഇവിടെ ഇല്ല. അങ്ങനെ കുറേ നാൾ തലയിലായിരുന്നപ്പം ഇവർ കേസായി. ഇതുമായിട്ട് കേസായതിനു ശേഷമാണ് ഇവർ യഥാർത്ഥത്തിൽ ആ തല കൊണ്ടുവരുന്നത്. ഇത് തമിഴ്നാട്ടിൽ നിന്നാണെന്ന് പറയുന്നത്. ഈ കല്ലി കൊത്തിയ തലയാണ് കൊണ്ടുവന്നത്. രണ്ടാമത് കൊണ്ടുവന്നാണ്. ഇത് ഇവിടെയല്ല പണിഞ്ഞത്, വേറെ എവിടെയോ കൊണ്ടുവരികയാണ് ചെയ്തത്. അവർ വന്ന് ഈ തല അതിനകത്ത് പിറ്റ് ചെയ്യണം ചെയ്തത്. അത് പിന്നെ അത് ഇളവ് വീഴേ ഒക്കെ ചെയ്ത് പിന്നെ മൂടിക്കെട്ടി വെച്ചിരുന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ്. യഥാർത്ഥത്തിൽ 10-15 വർഷത്തോളം ഒരു മെമ്പറാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവർ പറഞ്ഞ 5 ലക്ഷം രൂപയ്ക്ക് ചെയ്യാമെന്ന് എന്തായിരുന്നു ഇവിടെ പറഞ്ഞിട്ട്. ഇത് മുൻപേ ഈ സംഘാടകരുമായിട്ട് പരാതി കിട്ടിയില്ലെങ്കിൽ ഈ മെമ്പർ, ഇതായത് അംബേദ്കറെ കുറിച്ച് എന്തായാലും ഈ മെമ്പറിനെ തിരിച്ചറിയാൻ പറ്റുമല്ലോ. അംബേദ്കർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ആരാണെന്നും ഒരു മെമ്പറിന് യഥാർത്ഥം അറിയാൻ പറ്റും. അപ്പോൾ ആ മെമ്പറിന് എന്താണ് ചെയ്യാൻ കഴിയുന്നത്, എന്നെ കൊണ്ട് ചെയ്യാൻ, നാളെ സമയത്ത് ഒരു ചോദ്യം വന്നാൽ എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്ന് പോലും ഒരു വാഗ്ദാനം ചെയ്യുക, അതിനൊരു സംസാരിക്കുക എനിക്കൊരു ഓർമ്മയില്ല. നീ ആരുടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഇപ്പം മെമ്പർ പറയുന്ന അത് ചെയ്യാം എന്ന് പറയുന്നതിൽ അതിനോടൊരു പ്രസക്തി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചെയ്യാൻ കഴിയുമെങ്കിൽ ഇതിന് മുമ്പേ ചെയ്യാമായിരുന്നു. ഇത്രയും ദിവസം കഴിഞ്ഞില്ലേ? പരാതിയും കേസോ കഴിഞ്ഞു. കേസുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല. കേസുമായിട്ട് ഇതിന്റെ പേരിൽ ഒരു തല പോയതിന്റെ പേരിൽ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊന്നും അംഗീകരിക്കാൻ കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സമൂഹത്തിനൊപ്പം നിന്നുവാണെങ്കിൽ ഇതിനെ എപ്പോൾ വേണമെങ്കിലും പൊളിച്ചു കളയാൻ ഞാൻ തയ്യാറാണ്. ഒരു സമൂഹത്തിനൊപ്പം നിന്ന് ഇത് പൊളിച്ചു കളയാനെന്ന് മാത്രമല്ല, ചേട്ടൻ പറഞ്ഞതുപോലെ നമുക്ക് ഇതിനെ ഒരു നല്ലൊരു സ്ഥലത്തായിട്ട് അതിനെ മാറ്റി ഈ ജംഗ്ഷനിൽ തന്നെ പണിയാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അത്തരത്തിൽ നമുക്കത് പണിത് വയ്ക്കാൻ എനിക്ക് നല്ല താല്പര്യമുള്ള ഒരാളാണ്. അതിനൊപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്ത് വേണം നമ്മൾ ചെയ്യും. ഒരു അരസെന്റ് പേരുടെങ്കിലും ഇതിനു വേണ്ടി വാങ്ങിക്കാതെ ഇതൊരിക്കലും ഇവിടെ ചെയ്താൽ നിലനിൽക്കും. ഏത് ട്രസ്റ്റാണ് നശിക്കാവുന്നത്? ഇത് ട്രസ്റ്റ് അല്ല, ഇവിടെ കുറച്ച് മുതിർന്ന ആൾക്കാരെല്ലാവരുടെ ബാലനൊക്കെ വന്നിരുന്നു. അന്ന് ഇവിടെ ഇല്ല. AK ബാലനാണ് ഇതിന്റെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നിരുന്നത്. അന്ന് അധ്യക്ഷനായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ വെച്ചിരിക്കുന്ന വ്യക്തിയാണ്. എന്തായാലും മന്ത്രി ഈ മെമ്പറായിട്ട് ഒരു അധ്യക്ഷനിൽ എന്തായാലും മന്ത്രി വരൂലെന്നാണ് പൂർണ്ണമായി. അന്ന് ഞാൻ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ അന്നത്തെ വിമല ഉണ്ണി വാർഡ് മെമ്പർ മാത്രമേ ഉള്ളൂ. വേറെ ഇതിൽ പറഞ്ഞേക്കുന്ന ഒരു വ്യക്തികളും ഇവിടെ ഇല്ല ഇതിന്റെ ഉദ്ഘാടനത്തിന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.